ഒരു ഇന്ത്യൻ സൈനികന്റെ മനക്കരുത്തിനെ കുറിച്ച് നമ്മൾ ഒരുപാടൊന്നും പറയേണ്ട ആവശ്യമില്ല. ഒരു മുൻ സൈനികൻ കൂടിയായിരുന്ന ഭാസ്കരൻ നായർ അജയൻ, അദ്ദേഹം ഇന്ന് രാവിലെ ഫേസ്ബുക്കിൽ ഇട്ടിരിക്കുന്ന ഒരു പോസ്റ്റ് അക്ഷരാർത്ഥത്തിൽ പലരെയും ഞെട്ടിക്കുന്ന ഒരു പോസ്റ്റാണ്. കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി അത്രമാത്രം ശക്തമായ ഭാഷയോടുകൂടി BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിനെ അദ്ദേഹം വിമർശിച്ചിരിക്കുകയാണ്. എന്തായാലും ആ പോസ്റ്റ് മുഴുവൻ വായിച്ചു കഴിയുമ്പോൾ എന്തുകൊണ്ടാണ് അദ്ദേഹം ഇത്തരത്തിലൊരു സാഹസത്തിന് മുതിർന്നത് എന്ന് പലരുടെയും മനസ്സിൽ തോന്നും. അത് അദ്ദേഹം തന്നെ അവസാനം കുറിച്ചിട്ടുണ്ട്. ഇത് കുറച്ചധികമായി പോയില്ലേ എന്ന് എല്ലാവരും ചോദിക്കും. എനിക്ക് വലുത് എൻ്റെ രാജ്യമാണ് എന്ന് തന്നെയാണ് അദ്ദേഹം അവിടെ പറഞ്ഞു വെക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ഒരു സൈനികന്റെ മനക്കരുത്തിനെ, ധൈര്യത്തെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. ആ ഫേസ്ബുക്ക് പോസ്റ്റ് വായിക്കാം. ബന്ധു ആരാണ്, ശത്രു ആരാണ്? കായംകുളം വാൾ എന്ന് കേട്ടിട്ടുണ്ടോ? നേമത്ത് നാളെ ഒരു തിരഞ്ഞെടുപ്പ് നടന്നാൽ ഇദ്ദേഹത്തിന് 1000 വോട്ട് തികച്ചു കിട്ടുമോ? നെഞ്ചിൽ കൈവച്ച് പറയൂ, ഒരു ദേശസ്നേഹി പോലും ഇദ്ദേഹത്തിന് വോട്ട് ചെയ്യുമോ? ഓർക്കുന്നുണ്ടോ ഈ പൊല്ലാക്കാലം? ഭാരതത്തിന്റെ യശസ്വി പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി രാജ്യം മുഴുവൻ ഒറ്റയ്ക്ക് തോളിലേറ്റി പൊരുതി നിന്ന സമയം, അന്ന് കൂടെ നിൽക്കേണ്ടവൻ രാജ്യവിരുദ്ധരുടെ ടെന്റിൽ കയറിയിരുന്ന് കേന്ദ്ര സർക്കാരിനെ താഴെ ഇറക്കാൻ ഗൂഢാലോചന നടത്തി. അതല്ലേ ഇദ്ദേഹം ചെയ്തത്? BJP ഇദ്ദേഹത്തിന് എന്തൊക്കെ കൊടുത്തില്ല? രാജ്യസഭ MP ആക്കി, കേന്ദ്രമന്ത്രിയാക്കി, പിന്നെ സംസ്ഥാന പ്രസിഡന്റിന്റെ കിരീടം വെച്ചു കൊടുത്തു. നിയമം പോലെ 100% സുരക്ഷിതമായ മണ്ഡലത്തിൽ നിർത്തി വിജയിപ്പിച്ചു കാണിച്ചു. പാർട്ടി ചോര നീരാക്കി ഉണ്ടാക്കിയതെല്ലാം വാരിയെടുത്തു. എന്നിട്ട് അവസാനം സ്വന്തം ചാനലിനെ അഴിച്ചുവിട്ട് അതേ BJP സർക്കാരിനെ തന്നെ വേട്ടയാടാൻ അനുവദിച്ചു. ഇതിനേക്കാൾ വലിയ നന്ദികേട് വേറെ എന്തുണ്ട്? 2020 മാർച്ച് 6 മറക്കരുത്. ഏഷ്യാനെറ്റിന്റെ ദേശവിരുദ്ധ റിപ്പോർട്ടിങ്ങിനെ കേന്ദ്ര സർക്കാർ തന്നെ പൂട്ടിട്ട് സസ്പെൻഡ് ചെയ്ത ദിവസം. അന്ന് നെഞ്ചൂക്കോടെ താക്കീത് കൊടുത്തത് 2 പേർ മാത്രം, ശ്രീ V മുരളീധരൻ, ശ്രീ K സുരേന്ദ്രൻ. പിന്നെ എന്ത് സംഭവിച്ചു? 48 മണിക്കൂറിനുള്ളിൽ ആ പൂട്ട് തുറന്നു. ആ മാജിക്കിന് പിന്നിൽ ആരുടെ കൈകളായിരുന്നു? കേരളത്തിലെ ഒരു കുഞ്ഞിനോട് ചോദിച്ചാൽ പോലും ഉത്തരം കിട്ടും. ഇന്നലെ മുതൽ അമിത്ഷാജിയുടെ മേശയ്ക്ക് മുന്നിലേക്ക് 10,000 മെയിലുകളാണ് ഒഴുകുന്നത്. ഒരു സംസ്ഥാനത്ത് നിന്ന് മാത്രം. അവർക്കൊരു പാർട്ടിയോടും പരാതിയില്ല. മോദിജിയോട് 100% വിശ്വാസമേ ഉള്ളൂ. അവരുടെ ഒരേ ഒരു മുദ്രാവാക്യം, ഈ ഏഷ്യാനെറ്റ് മുതലാളിയെ പ്രസിഡന്റ് കസേരയിൽ നിന്ന് ഇറക്കൂ. ഒരു നിമിഷം ആലോചിച്ച് നോക്കൂ, ഈ കസേരയിൽ ഇന്ന് ശ്രീമതി ശോഭാ സുരേന്ദ്രൻ, ശ്രീ സുരേന്ദ്രൻ, ശ്രീ മുരളീധരൻ ആയിരുന്നെങ്കിൽ എന്താകുമായിരുന്നു? ഈ പ്രൊപ്പഗണ്ട ചാനലിനെ അവർ വലിച്ചു കയറി അടുപ്പിൽ വെച്ച് കത്തിച്ചേനെ. ഒരു ദിവസം പോലും ഈ ദേശവിരുദ്ധ നാടകം അവർ അനുവദിക്കില്ലായിരുന്നു. എന്റെ ഇൻബോക്സ് നിറയെ 100 കണക്കിന് പ്രവർത്തകരുടെ കണ്ണീരാണ്. അവരാരും മോദിജിയെ പഠിക്കുന്നില്ല, പാർട്ടിയെ പഠിക്കുന്നില്ല. അവർ ചൂണ്ടുന്നത് കപ്പലിൽ ഒളിച്ചിരിക്കുന്ന കള്ളനെ മാത്രമാണ്. ഡൽഹിയിൽ പാറ്റവൽ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് കറുത്ത കുപ്പായമിട്ട പള്ളിയിലച്ചന്മാരും കന്യാസ്ത്രീകളും നടത്തിയ മാർച്ച്. ഝാർഖണ്ഡിലും ഛത്തീസ്ഗഡിലും ഇവരെ സംരക്ഷിക്കാൻ ആരാണ് പാഞ്ഞത്? എന്തിനാണ് പാഞ്ഞത്? ചുരുളഴിയുമ്പോൾ ചിത്രം വ്യക്തമാണ്. ഇത് സാധാരണ വാളല്ല. സാധാരണ വാളിന് ഒരു വശത്തെ മൂർച്ചയുള്ളൂ, ശത്രുവിനെ മാത്രം വെട്ടും. എന്നാൽ കായംകുളം വാളിന് 2 വശവും മൂർച്ചയാണ്. മുന്നിൽ നിൽക്കുന്ന ശത്രുവിനെയും വെട്ടും, പിന്നിൽ നിൽക്കുന്ന സ്വന്തക്കാരനെയും വെട്ടും. കണ്ടിയൂരിലെ കാട്ടുവള്ളി ആശാരിമാരുടെ ഉലയിൽ തീർത്തതാണ് ഈ ആയുധം. അതുകൊണ്ട് തന്നെ അതീവ അപകടകാരി. 2 തല മൂർച്ചയുള്ള വാൾ. പറയൂ, ഇത് 1-ാം തരം കായംകുളം വാളല്ലാതെ പിന്നെ എന്താണ്? അവസാനമായി നിങ്ങൾ ചോദിക്കും, ഇത്രയ്ക്ക് വേണമായിരുന്നു എന്ന്. എന്റെ രാജ്യത്തിനെതിരെ, എന്റെ പ്രധാനമന്ത്രിക്കെതിരെ ജിഹാദികളുടെ അച്ചാരം വാങ്ങി നുണപ്രചരണം നടത്തി യുദ്ധം ചെയ്യുന്ന ഏഷ്യാനെറ്റ് എന്ന തീവ്ര ഹിന്ദു വിരുദ്ധ, BJP വിരുദ്ധ, സനാതന വിരുദ്ധ, ഇന്ത്യ വിരുദ്ധ സ്ഥാപനത്തിന്റെ ഉടമ അയാൾ ആരാണെങ്കിലും ശരി, അയാളെ ഈ പൊതുമധ്യത്തിൽ തുറന്നു കാട്ടപ്പെടണം. ഞാൻ ഇന്ന് കൊല്ലപ്പെട്ടാൽ എന്റെ സ്ഥാനത്ത് നാളെ 100 പേരുണ്ടാകും. ജിഹാദികളുടെ വെട്ടേറ്റ് വീണാലും എന്റെ നാവിന് ബലമില്ല എങ്കിൽ എന്റെ ഹൃദയമെങ്കിലും ഉറക്കെ വിളിക്കും, ബോലോ ഭാരത് മാതാ കി ജയ് എന്ന്. ധൈര്യമുള്ളവർക്ക് ഷെയർ ചെയ്യാം. ഇങ്ങനെയാണ് ഭാസ്കരൻ നായർ അജയന്റെ ആ പോസ്റ്റ്. തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഒരു സൈനികന്റെ മനക്കരുത്ത്, അത് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. ന്യൂസ് ഡെസ്ക് കർമ്മസ്.